പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെയിൽസ് ആൻഡ് ബിസിനസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ യൂട്യൂബ് കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ്. അപ്പോൾ അതിലൊരു കമൻറ്റ് എങ്ങനെ ഒരു നല്ല സെയിൽസ്മാൻ ആവാം, ഒരു കമൻറ്റ് എങ്ങനെ നമുക്ക് റിജക്ഷനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പം സെയിൽസിൽ എങ്ങനെ ഒരു നല്ല സെയിൽസ്മാൻ ആകാന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫിലോസഫിക്കൽ കൂടിയായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യന്മാരും ബേസിക്കലി ഒരു സെയിൽസ്മാൻ ആണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ആളും സെയിൽസ്മാൻ ആണ് അല്ലേ. അയാളുടെ മാനേജർക്ക് അയാളുടെ സ്കില്ലുകൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. മന്ത്ലി ആൾക്കൊരു സാലറി കിട്ടുന്നു. അപ്പോൾ ഏറ്റവും നന്നായിട്ടൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്ന ആൾക്ക് നല്ല സാലറി കിട്ടും, അവർക്ക് പ്രൊമോഷൻ കിട്ടും, അവരങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ടെക്നിക്കലി നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നന്നായിട്ട് ഒരു നല്ല സെയിൽസ്മാൻ ആവാൻ പറ്റുക? There is no good salesman or bad salesman. Okay. There is a performer or not so good performer. Okay. ഒരു നല്ല സെയിൽസ്മാൻ, മലയാളത്തിൽ വീണ്ടും പറയുന്നു, നല്ല സെയിൽസ്മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെയിൽസ്മാൻ അവൻ്റെ ജോബ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു നല്ല സെയിൽസ്മാൻ ആയിട്ട് മാറുന്നത്. അതെ. ഒരു സെയിൽസ്മാന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ ഞാൻ മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷനാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എൻ്റെ കയ്യിൽ ഒരു റൂട്ട് പ്ലാൻ വേണം. അതെ. എൻ്റെ കയ്യിൽ ഒരു കസ്റ്റമർ എവിടെ പോകുക എന്നുള്ള കസ്റ്റമർ ലിസ്റ്റ് വേണം. അതെ. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഒരു ബ്രോഷറോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനോ വേണം. അതുപോലെ തന്നെ സാമ്പിൾസ് വേണം. വണ്ടി ചെക്ക് ചെയ്യണം, കറക്റ്റ് ആണോ നോക്കണം, കാരണം വഴി കൂടി വരുന്നത്. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇഫ് ഐ ആം ഗോയിങ് ടു എ മാർക്കറ്റ് ടുമോറോ ദെൻ ടുഡേ ഐ ഹാവ് ടു ബി പ്രിപ്പയർഡ്. അതെ. ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നത് പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. അതെ. കാരണം ഭക്ഷണം കഴിക്കാതെ നമ്മൾ എനർജി ഒക്കെ ലൂസായിട്ട് ഒരു കസ്റ്റമർ മുന്നിൽ ചെന്നാൽ എനർജി വളരെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല എനർജറ്റിക് ആയിരിക്കണം. അതെ. വൈബ്രൻ്റ് ആയിരിക്കണം നമ്മൾ ഒരാളടുത്ത് പോകുമ്പോൾ. അതെ. ഭയങ്കര നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ പോസിറ്റീവ് എനർജി അവർക്കും കൂടി ഷെയർ ചെയ്യാവുന്ന വിധത്തിലുള്ളൊരു പോക്കായിരിക്കണം പോകേണ്ടത്. രാത്രി ഉറക്കൊക്കെ വെച്ച് കണ്ണൊക്കെ ചുവന്ന് ഒരു റെഡ് ബുള്ളൊക്കെ കുടിച്ച് എനർജി ഒന്നും ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം നല്ലൊരു സെയിൽസ്മാന് പ്രിപ്പയർ ആയിരിക്കും. പിന്നെ ഈ ഇപ്പോൾ നമ്മൾ എനർജിയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീറ്റ് ദ കസ്റ്റമറാണ്. നമ്മൾ പ്രിപ്പയർ ആയി പോകുന്നു, അതിനുശേഷം നമ്മൾ ഗ്രീറ്റ് ദ കസ്റ്റമറാണ്. കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് പേര് വിളിക്കണം. മുസ്തഫ കമാൽ അല്ലെങ്കിൽ അബ്ദുൽ നാസർ, ഞാനിവിടെ ഉണ്ടിട്ടാന്നുള്ള ആ വരവുണ്ടല്ലോ, സലാമ അല്ലെങ്കിൽ നമ്മളെ നമസ്തേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഒക്കെ അടിച്ച് നമ്മളെ എല്ലാവർക്കും അവരെ സ്വന്തം പേരാണല്ലോ. എല്ലാവർക്കും ആദ്യം ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേരാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പേര് അറിയാമെന്നുള്ളത്, നമ്മൾ ആരൊക്കെ ഡീൽ ചെയ്യണം അവരൊക്കെ കുറിച്ച് നല്ല ധാരണ വേണം. നമ്മൾ അവരായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നേരെ പോയിട്ട് ഗ്രീറ്റ് ദ കസ്റ്റമർ പറഞ്ഞിട്ട് അവരോട് നമ്മൾ പറയുന്നത്, ഞാൻ ഒന്ന് സ്റ്റോറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. നമ്മൾ പോയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുന്ന ഷെൽഫ് നോക്കുന്നു, നമ്മളെ സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നു, നമ്മളെ കോമ്പറ്റേറ്റർ ആക്ടിവിറ്റീസ് നോക്കുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിനുള്ള വകകളൊക്കെ ആയിട്ട് നമ്മളെ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനാണ് ആ സ്റ്റോർ ചെക്കിങ്ങിൽ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ പ്രസൻറ്റേഷനായിട്ട് പോകുന്നു. നമ്മളുടെ പുതിയ ഓഫർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളപ്പോൾ സ്റ്റോക്കില്ല. അതിൻ്റെ ഇടയിൽ നമ്മളൊരു മർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടി ഉണ്ട്. അതായത് നമ്മളെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലോടി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തുടച്ച്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ അത് ഷെൽഫിലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ഈ സ്റ്റോർ ചെക്കിങ്ങിലൂടെ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പ്രസൻറ്റേഷന് പോകുന്നു. അവിടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സെയിൽസ് ക്ലോസിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സെയിൽസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അത് സെയിൽസ് ക്ലോസിംഗ് ഈസ് വൺ ഓഫ് ദ കീ ടോപ്പിക് ഓഫ് ഇൻ ദ സെയിൽസ്. ഓക്കെ. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം പറയാം. അത് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അക്കൗണ്ട് റിസീവബിൾ, അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് തിരിച്ചു പോകുക. അതാണ് ഇതൊക്കെ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ട് പോകുന്നവനാണ് യഥാർത്ഥമായ നല്ലൊരു സെയിൽസ്മാൻ. അത്തരം സ്റ്റെപ്പുകളുണ്ട്. ഒരു 7 സ്റ്റെപ്പ് ഓഫ് ദ കോൾ എന്ന് പറഞ്ഞിട്ടൊരു 7 സ്റ്റെപ്പ് വരുന്നുണ്ടായിരുന്നു. അല്ല, എൻ്റെയൊക്കെ ഞങ്ങളൊക്കെ മീറ്റിങ്ങിൽ ബോസ് പൊരിക്കുന്നതാണ് ഈ സെയിൽസ് ടീമിനെ പൊരിക്കുന്ന ഒരു കാര്യം. അതാണ് കാരണം നിങ്ങൾ ഒരു സർവീസ് വിറ്റത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് വരണ്ടേ.
എന്നാലല്ലേ സെയിൽസ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിവേ ഇതൊക്കെ നോക്കണം. അതായത് നമ്മൾ സ്റ്റോർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പറ്റേറ്റർ ആക്ടിവിറ്റീസും എല്ലാം നോക്കും, എല്ലാം പരിശോധിക്കും. ഇപ്പോൾ ഇത്രയും 7 സ്റ്റെപ്പ് പരിശോധിക്കുന്ന ഒരാളാണ് നല്ലൊരു സെയിൽസ്മാൻ. ഒരു ബാഡ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ നോട്ട് സോ ഗുഡ് പെർഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മാർക്കറ്റിൽ പോകും, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്നും ചോദിക്കും. സാധനങ്ങളൊക്കെ ഉണ്ടാ, എന്തെങ്കിലും ഓർഡർ ഉണ്ടാ എന്നൊക്കെ ചോദിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. രാവിലെ എണീച്ചിട്ട് എവിടെ പോകേണ്ടതെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഷർട്ട് പോലും ചിലപ്പോൾ തേച്ചിട്ടുണ്ടാവില്ല. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു ലൗസി സെയിൽസ്മാൻ അങ്ങനെ ആയിരിക്കും. അതൊരു സമയം നല്ലൊരു പെർഫോമർ ആണെന്നുണ്ടെങ്കിൽ അവൻ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഒരു ഇത്. നല്ലൊരു സെയിൽസ്മാൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നല്ലൊരു സെയിൽസ്മാനും നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെയിൽ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഒരു സെയിൽസ്മാൻ ആവാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്.